പാസ്പോർട്ടുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അയച്ചോ. പാസ്പോർട്ട് നിങ്ങളുടെ പൗരത്വം തെളിയിക്കുവാനുള്ള രേഖയല്ല, അത് വെറുമൊരു യാത്രാരേഖ മാത്രമാണ്. വിദേശകാര്യ മന്ത്രാലയം ഈ നിങ്ങളുടെ പൗരത്വം തെളിയിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പുള്ളിക്കാരന് ഇത് ബാധകമല്ലേ? പുള്ളിക്ക് പാസ്പോർട്ട് തെളിയിക്കാനുള്ള രേഖയാണോ? അല്ലല്ലോ. അപ്പം നിങ്ങളെന്ന് പറയല്ലേ, നമ്മളെന്ന് പറയണം. നിങ്ങളും ഞങ്ങളും ഉൾപ്പെടെ നമ്മൾ കേട്ടോ, എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമാണ്. നമ്മൾ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ പാസ്പോർട്ട് വെറുതെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ പാസ്പോർട്ട്. അല്ലാതെ ഇത് കയ്യിലുള്ളതുകൊണ്ട് പൗരനാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയുമല്ല. ഞാൻ ഒത്തിരി വിദേശ രാജ്യങ്ങളൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ പാസ്പോർട്ട് നോക്കിയാണ് ഇന്ത്യക്കാരനാണോ, ചൈനക്കാരനാണോ, നേപ്പാളുകാരനാണോ, ഭൂട്ടാൻകാരനാണോ, പാകിസ്ഥാൻകാരനാണോ, UK-കാരനാണോ, ജർമ്മൻകാരനാണോ എന്നൊക്കെ തിരുവനന്തപുരത്ത് പാസ്പോർട്ട് നോക്കിയാണ്. ആ പാസ്പോർട്ട് കാണിച്ച ഇന്ത്യയിൽ പൗരനാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ വിലയില്ലാതുള്ളൂ. അത് വെറും ഒരു യാത്രാരേഖ മാത്രമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം. കൊള്ളാം. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഒരു 147.5 കോടി ജനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ 147.5 കോടി ജനങ്ങളും ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ ആധാർ കാർഡ് രേഖയല്ല, വോട്ടർ ID രേഖയല്ല, ഇപ്പതേ പാസ്പോർട്ടും രേഖയല്ല. ഇനി എന്തുണ്ടയാണ് നമ്മൾ കാണിക്കേണ്ടത്? അതും കൂടി പറ. അല്ലാതെ കയ്യിലുള്ള രേഖകളെല്ലാം കാണിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളൊരു സംഭവം പറ. എന്തെങ്കിലും ഒരു സാധനം കാണിക്കണമെന്ന് പറ. എന്ത് കാണിക്കും? നമ്മൾ ഇന്ത്യക്കാരനാണ് തെളിയിക്കാൻ അല്ലേ? 147 കോടി ജനങ്ങളും ആശങ്കയിലാണ്. ജനിച്ചു വീണ മണ്ണിൽ എന്ത് രേഖ കാണിച്ചാലാണ് നമ്മൾ പൗരന്മാരായി മാറുന്നത്? അപ്പം ഇന്ത്യൻ പൗരൻ എന്ന് തെളിയിക്കാൻ ഇനി വേറെ രേഖ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എൻ്റെ ഒരു ചെറിയൊരു ഐഡിയയിൽ പറയുമ്പോൾ ഇത്തിരി വൃത്തികേടായിട്ട് തോന്നും. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ 147 കോടി ജനങ്ങളെയും വിളിച്ചിട്ട് ചന്തിയിൽ ഇന്ത്യയുടെ സീല് കുത്തുക. ആ സീല് ഇന്ത്യൻ പൗരൻ ആകാനുള്ള രേഖയായിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ പിന്നെ ഇന്ത്യക്കാരനാണെന്ന് വിളിക്കാൻ നമ്മൾ വേറെ രേഖകളൊന്നും കാണിക്കണ്ട, തുണിവക്കി കാണിച്ചാൽ മതി.